ബാക്കിയുള്ളവർക്കും കൂടി ഭക്ഷണം ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം കുട്ടികളെ. എല്ലാ ദിവസവും ചോക്ലേറ്റ് ഓരോന്ന് ഈച്ച് വണ്ണ് വാങ്ങരുത്, വാങ്ങണം. അങ്ങനെ ചില ദിവസം കുട്ടികൾക്ക് അത് പഠിപ്പിക്കാനായിട്ട് വലിയൊരു ചോക്ലേറ്റ് കൊടുക്കുക. എന്നിട്ട് പറയാം, മോൻ്റെ 2 അനുജത്തിമാർ, മൂത്തമ്മാൻ്റെ ഇത്താത്തൻ്റെ കുട്ടി, ഇങ്ങനെ 4 ആൾക്ക് മോന് പീസായിട്ട് കൊടുക്കണം എന്ന്. അത് ആ കുട്ടിക്ക് ഷെയർ ചെയ്യൽ ഒരു ഗുണം പഠിപ്പിക്കാനാണത്. നല്ല കുട്ടി. മോനിങ്ങോട്ടോ. മോൻ എല്ലാവർക്കും വലിയ പീസ് കൊടുത്തിട്ട് മോൻ ചെറുതെടുത്തു അല്ലേ, മോനിക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്, വേറൊരു ചോക്ലേറ്റ് മോനിക്കുള്ളതാ. അത് ആ കുട്ടിക്ക് വലിയൊരു നന്മ പഠിപ്പിക്കുകയാണ് ജീവിതത്തിൽ. പക്ഷെ നമ്മൾ പലപ്പോഴും നേരെ തിരിച്ചാ. ഒരു ചോക്ലേറ്റ് ആറ്റം കൊടുത്താൽ, എടാ പുറത്തെടുക്കല്ല, അത് കണ്ടാനിപ്പോൾ എല്ലാവരും കരിയുമല്ലോ, നീ ആ ജീൻസിൻ്റെ കീശയിൽ ഉള്ളിലിട്ടിട്ട് നേരെ റൂമിൽ പോയിട്ട് അലമാറൻ്റെ വേക്ക് നൊളിച്ച് നിട്ട് തിന്നോന്ന്. ഓൻ പെരും കള്ളനാവുന്നല്ലാണ്ട് ഓനെങ്ങനെ തന്നാൽ. നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിക്കുന്നു മനസ്സിലായില്ലേ? ഹുസൈൻ എങ്ങനെ നമ്മളെ കുട്ടീൻ്റെ കഥ മനസ്സിലായത് എന്ന ഈ ചിരിൻ്റെ അർത്ഥം. ഇങ്ങനെയല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. എപ്പോഴും മുന്തിയിനം ഫുഡ് എന്നെ പഠിപ്പിച്ചിട്ട് കുട്ടികളെ ദുനിയാവിൻ്റെ ആളാക്കി മാറ്റരുത്. സാലിമാവ് പറയാ, വസ്ത്രം പഠിപ്പിക്കണം. വസ്ത്രത്തിനെ കുറിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് വെളുത്ത വസ്ത്രത്തിൻ്റെ താല്പര്യം ഉണ്ടാക്കണം. അങ്ങനെ താല്പര്യം ഉണ്ടാക്കിയാൽ പിന്നെ മുത്താലിമാവാനൊന്നും പണിയുണ്ടാവില്ല. കളർഫുൾ ഡ്രസ്സും പെണ്ണ് ആണിൻ്റെ ഡ്രസ്സ്, ആണ് പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ നിരുത്സാഹപ്പെടുത്തണം. കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ലജ്ജ. ലജ്ജയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. പണ്ട് പഠിപ്പിച്ച ഉസ്താദോ സാറോ സ്കൂൾ ടീച്ചറോ വന്നപ്പോൾ, ഫാത്തിമ ഇന്ന 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഓര് വന്നിട്ടാ, ഓളിപ്പോ 10ാം ക്ലാസ്സിലായിട്ടെത്തി, ഓള് വരുന്നില്ല. അപ്പൊ ഉപ്പ വേറെ നാണെങ്കിലും ആരെ മുമ്പിൽ നിൽക്കും, ഇതെന്ത് കുന്തെന്നാ പറയണ്ടേ? അങ്ങനെയല്ല പറയേണ്ടത്. പിന്നെന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ സദാ എൻ്റെ മോൾ അങ്ങനെയാ. ചെറുപ്പത്തിലെ ആ ഒരു നാണം, ലജ്ജ കീപ്പ് ചെയ്ത മോളാ. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഈമാനുള്ളവർക്ക് ആ ലജ്ജ ഉണ്ടാവും. ചില ആൾക്കാർ പറയും, ഞാൻ പിന്നെ എല്ലാം തുറന്നു പറയും, എനിക്ക് പിന്നെ അങ്ങനെ മനസ്സിലൊന്നൊന്നുമില്ല. തലയിലും ഇല്ല, മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല. ലജ്ജ വേണം ജീവിതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം കല്യാണം കഴിച്ചതിന് എന്താ കാരണം? ഒരു കാരണം എന്താ? സ്ത്രീകളുമായി ബന്ധപ്പെട്ട മസലകളൊക്കെ നിബിതങ്ങൾ നേരെ സ്വഹാബത്തിനോട് പറയാൻ തങ്ങൾക്ക് ലജ്ജ. ഹൈദ്, നിഫാസ്, ഇസ്തിഹാദത്തൊക്കെ ഉണ്ടാവുമല്ലോ, അത് നേരെ നിബിതങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ലജ്ജ ആയതുകൊണ്ട് തന്നെ തങ്ങൾ ഭാര്യമാരോട് പറഞ്ഞു കൊടുത്ത്, ഭാര്യമാർ അവരുടെ സുഹൃത്തുക്കളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുത്ത്, ആ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാരായ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത്, ആ സ്വഹാബത്ത് അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കും. ദീൻ എന്തായാലും പുറത്തെത്തും വേണം. തങ്ങളായിട്ട് ലജ്ജ കൊണ്ട് ക്ലാസ് എടുക്കുകയും ചെയ്യാം. ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നു. ലജ്ജ വേണം. കുട്ടികൾക്ക് നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ലജ്ജ. നീ എന്താടാ വസ്ത്രം ഇങ്ങനെ ലജ്ജയില്ലാതെ, നീ എന്താ കുപ്പായിട്ടായിട്ട് ഇങ്ങനെ നടക്കുന്നത്? എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയൊക്കെ ഇല്ലേ അവിടെ? ബാക്കി പെണ്ണുങ്ങന്മാരില്ലേ, നീ എന്താ മുറ്റത്ത് കുപ്പായിടാതെ വെറും ലുങ്കി കൊടുത്തിട്ട് നടക്കണത്? അയ്യേ, അത് നിരുത്സാഹപ്പെടുത്തണം ആ സ്വഭാവം. കുട്ടികൾക്ക് നന്മ ഉണ്ടാവാൻ സാലിമാമ തുടരുകയാണ്. ആ കുട്ടികളിൽ നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കണം. കണ്ടാ എൻ്റെ മോനെ കണ്ട, അൽഹംദുലില്ലാ ഫുള്ള് വിഷയത്തിൽ A+ ആണ്. ആളെ മുമ്പേ മോനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് മക്കൾ നന്നാവാനുള്ള കാരണം. ഉപ്പാനോടും ഉമ്മാനോടും ഇഷ്ടം ഉണ്ടാവും ആ കുട്ടികൾക്ക്. കണ്ടോ, അൽഹംദുലില്ലാ എൻ്റെ മോന് എല്ലാ വിഷയത്തിലും ഫസ്റ്റ് ആണല്ലോ ക്ലാസ്സിൽ. അത് പറയണം. കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണം. കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണം. നല്ല കാര്യങ്ങൾ ചെയ്താൽ ആ കുട്ടി നന്നാവാൻ അതൊരു കാരണമാവും. ഇനി തെറ്റ് കണ്ടാലോ? തെറ്റ് കണ്ടാൽ ഒറ്റവട്ട ആ തെറ്റ് തിരുത്തുക. ആ തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കരുത്. എപ്പോഴോ ഒരിക്കൽ ആ കുട്ടി ഒരു 10 രൂപ മോഷ്ടിച്ചു. എന്താ മോനെ ഇങ്ങനെ തന്നെയല്ലേ പെരും കള്ളനായാല്, നീ ഉമ്മാൻ്റെ 10 രൂപ എന്താടാ നീ ചെയ്ത്? എത്ര വലിയ തെറ്റാണ് ഈ മോഷണം എന്ന് പറഞ്ഞാൽ. ആ കുട്ടി അങ്ങ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ഇനി ഒരിക്കലും ചെയ്യൂല വാപ്പ. ഉറപ്പാണോ?
ഷുവറല്ലേ? അത് തിരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് പറയരുത്. പിന്നെ ഓനെ ഏടെ കണ്ടാലും നല്ല നിലക്കേ പെരുമാറാൻ പറ്റൂ. ഓനൊരിക്കൽ കൂട്ടിയിട്ട് പോകുമ്പോ ഉസ്താദ് വരുന്നുണ്ട്. അപ്പൊ അവനോട് ചോദിക്കുക, ഫൈസലേ എന്തുപ്പാ മറ്റേത് പറയണ ഏത് 10 10 10 10 അതങ്ങനെ ആ കുട്ടിനെ പറഞ്ഞ് ചെറുതാക്കരുതെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്. ഒരു വട്ടം ഒരു തെറ്റ് കുട്ടിയെന്ന് വന്നാൽ അത് ഒരു വട്ടം തിരുത്തി കൊടുക്കുക. അത് പറഞ്ഞോണ്ടെന്നിട്ട് ആ കുട്ടീനെ ചെറുതാക്കരുത്. അങ്ങനെ ആയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഉപദേശത്തിന് ഫലം ഉണ്ടാവില്ല. ഓവറായിട്ട് ഉപദേശിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. വല്ലപ്പോഴും പറയാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ആൾക്കാർ പറഞ്ഞാൽ നിങ്ങളെ ക്ലാസ് നല്ല ക്ലാസ്സാണ്, എല്ലാ ദിവസവും എടുത്തെന്നാൽ ഓവറാക്കണ്ട, വ്യാഴാഴ്ച ക്ലാസ് ആഴ്ചയിൽ നടക്കും, ദാറ്റ്സ് ഇനഫ്. 110 ആവണ്ട, ഒരു 80 പോയാൽ മതി. അങ്ങനെ ചില പെണ്ണുങ്ങന്മാരുണ്ട് ഭയങ്കരമായിട്ട് ഭർത്താവിനെ നോക്കാണ്ട് ഇബാദത്തും ഓൺലൈൻ മജ്ലിസും. ഭർത്താവിനെ നോക്കൂല. ഭർത്താവ് ചൂടുവെള്ളത്തിനാറ്റം ചോദിച്ചാൽ ഹെഡ്സെറ്റ് ഊരിയിട്ട് ഫ്ലാസ്കിൽ അതല്ലേ മനുഷ്യ ചൂടുള്ള, ആ ഭർത്താവിൻ്റെ എല്ലാ സ്ട്രോക്കും ബ്ലോക്കും പോയിട്ടുണ്ടാവും. നിങ്ങൾ എന്തിനാ ഓൺലൈൻ മജ്ലിസിന് ഇരിക്കുന്നത്? ഓൺലൈനായാലും ഓഫ്ലൈനായാലും ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങണ്ടേ? അപ്പൊ ഒരു 110 ആവരുത്. സുന്നത്ത് നിസ്കാരം കുറേ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടി കരയുന്നു, അപ്പൊ ഒന്ന് കുട്ടിനെയും പരിഗണിക്കണോ? അങ്ങനല്ലേ പഴയകാല ഉമ്മമാർ ചെയ്തത്. 20 റക്അത്ത് തറാവീഹ് തീരുന്നവരെ കുട്ടികളെ കരച്ചിലൊരു മെയിൻറ്റാക്കാതിരിക്കോ? ഇല്ല. ഒരു 10 റക്അത്ത് തറാവീഹ് ആകുമ്പോൾ കരഞ്ഞാല് ഒന്ന് പാലൂട്ടി ശരിയാക്കി ഒന്ന് ഉറക്കി പിന്നെയും നിസ്കരിക്കും, പിന്നെയും ഉറക്കും, പിന്നെയും നിസ്കരിക്കും. അങ്ങനല്ലേ ചെയ്തത്. ഇന്നലെ രാത്രി എനിക്ക് വയലുണ്ടായിരുന്നത് പെരുമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ്, കോഴിക്കോട് ജില്ല. ബദറു സാദാത്ത് ഖലീൽ തങ്ങളുടെയും കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാവുസ്താദിന്റെ ഒക്കെ സാന്നിധ്യത്തില പരിപാടി. ആ 2 മഹാന്മാരുടെയും ഉസ്താദായ പെരുമുഖം ബീരാങ്കോയ ഉസ്താദിന്റെ ആണ്ട് അനുസ്മരണ പരിപാടിയിലാണ് ഞാനത് പങ്കെടുത്ത് പ്രസംഗിച്ചത്. ട്രെയിനിൽ കോഴിക്കോടേക്ക് പോകുമ്പോൾ ഉസ്താദിന്റെ സ്മരണയ്ക്ക് ഒന്ന് വായിച്ചപ്പോൾ അതിലൊരു വരി കണ്ടു. ഉസ്താദിന്റെ ഭാര്യനോട് പറയാത്രേ, തഹജ്ജുദ് നിസ്കരിക്കണം, നമുക്ക് ഒന്നിച്ച് സ്വർഗത്തിലെത്തണ്ടേ എന്ന്. കണ്ടോ? 2 റക്അത്ത് നിസ്കരിച്ച് കുട്ടി കരഞ്ഞാൽ പറയും, ഇനി മോനെ നോക്ക്. കണ്ടോ? സൂഫിയാണ്, അത് ഓവറല്ല, മിനിമം സൂഫിസം വേണം ജീവിതത്തിൽ. നല്ലൊരു തിയറിയാണത്, നല്ലൊരു ആശയമാണത്. ചില ആൾക്കാർ കുടുംബമൊന്നും നോക്കാതെ ഭയങ്കര സംഘടനാ പ്രവർത്തനം നടത്തും. ഉമ്മാക്ക് ഗുളിക വാങ്ങിക്കൊടുക്കാണ്ട് എന്ത് മീറ്റിംഗ്, ഭാര്യനെ നോക്കാതെ എന്ത് സാന്ത്വന പ്രവർത്തനം. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് ഒരാൾ പറഞ്ഞത് എനിക്ക് ദ്വാരക്കണം എന്ന്. ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, എനിക്ക് എന്താ ജോലി? ഞാനിങ്ങനെ ഇബാദത്തും കാര്യമായിട്ട് അങ്ങനെ നടക്കുന്നതെന്ന്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ, കുടുംബവും ഭാര്യയും മക്കളും കുടുംബമൊന്നും ഇല്ലാണ്ട് ഒരു ഇബാദത്തും കാര്യമായിട്ട് സിയാറത്തും കാര്യമായിട്ട് നടക്കുന്ന ആളുണ്ടാവും. ഈസാ നബി അലൈഹി സ്വലാം വെച്ചാൽ അപ്പൊ നീ എങ്ങനെയാ തിന്നുന്നത്? അപ്പൊ അയാൾ പറഞ്ഞ്, എൻ്റെ അനുജൻ എനിക്കെന്തെങ്കിലും ഇടക്കിടക്ക് ചില്ലറ തരും, അങ്ങനെ ഫുഡ് കഴിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാം നിലപാട് വ്യക്തമാക്കി, വഹു അഅബദു മിങ്ക, അയാളാണ് അള്ളാഹ്ക്ക് നിന്നേക്കാൾ ഇഷ്ടമുള്ള ആള്. കണ്ടോ? മക്കള് നന്നാവാൻ ഗസാലി ഇമാം തുടരുകയാണ്. ഹലാല് മാത്രം കഴിപ്പിക്കണം മക്കളെ, ഹലാല് മാത്രം. പറ്റിച്ചിട്ട് ബിസിനസ് നടത്തരുത്, ലോൺ എടുക്കരുത്, ഹറാമായ ബിസിനസ്സിൽ ഏർപ്പെടരുത്, പലിശന്റെ ആളാവരുത്. അങ്ങനെയൊക്കെ സമ്പാദിക്കുന്ന മക്കൾ, അതിൽ നിന്ന് ഉണ്ടാവുന്ന സമ്പത്ത് അത് തിന്നുന്ന മക്കൾ ഒരിക്കലും സ്വാലിഹാവില്ല. മക്കള് നന്നാവാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഹലാലാവണം എന്നുള്ളത്.